ചേട്ടന്റെ പേര് എങ്ങനെയാ? എബ്രഹാം. എബ്രഹാം. ഏത് ദേവാലയത്തിൽ നിന്ന് വരുന്നത്? പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓഫ് ക്രോസ് ദേവാലയം, മല്ലപ്പള്ളി, പാതിക്കാട്. എത്ര വർഷമായിട്ടാണ് നിങ്ങളുടെ പള്ളിയിൽ നിന്ന് പദയാത്ര? ഒരു 40 വർഷത്തിലധികമായിട്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് പദയാത്ര വരുന്നു. ചേട്ടന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ പരിമല പദയാത്രയെ കുറിച്ച്? പരിമല പദയാത്രയിൽ മിക്കവാറും എല്ലാ വർഷങ്ങളും തന്നെ ഞാൻ പോകാറുണ്ട്. അപ്പം അതുപ്രകാരം നല്ലൊരു ഇതാണ്, ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പരിശുദ്ധൻ മധ്യസ്ഥയിൽ അഭ്യർത്ഥിച്ച് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം. പരിശുദ്ധ പരിമല തിരുമേനി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാതിക്കാട് ദേവാലയം 137 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നേരിട്ട് കല്ലിട്ട് പണിതു നിർത്തിയ ദേവാലയമാണ്. ആ ഒരു ഞങ്ങൾക്ക് വൈകാരികമായി അങ്ങനെ ഒരു ബന്ധം കൂടി പരിശുദ്ധ പരിമല തിരുമേനിയുമായിട്ടുണ്ടായിരുന്നു. കേട്ടതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും. പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും. ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് പാതികാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിന്റെ വികാരി ബഹുമാനപ്പെട്ട സ്കറിയ അച്ഛനാണ്. അച്ഛനെ ഇന്നത്തെ നമ്മുടെ പദയാത്രാ സീരീസിന്റെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ, നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം അച്ഛൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്: പരിമല തിരുമേനിയുടെ പദയാത്രയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥനാ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? പദയാത്ര എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കബറിങ്കിലേക്കുള്ള യാത്ര. അത് ആദിമ നൂറ്റാണ്ട് മുതൽ ഉള്ളതാണ്. അത് എല്ലാ പരിശുദ്ധന്മാരുടെയും കബറിങ്കിലേക്ക് തീർത്ഥാടനമായി യാത്ര ചെയ്യുന്ന പതിവ് പാരമ്പര്യം സഭയിലുണ്ട്. അന്ന് മലങ്കരയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിലേക്കുള്ള യാത്രയാണ്. യാത്ര ചെയ്യുന്നത് കൊണ്ട് ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കും എന്നൊരർത്ഥമില്ല. പക്ഷേ പരിമല തിരുമേനി ജീവിച്ചതുപോലെ ഉള്ളൊരു ജീവിതത്തിനുള്ളൊരു ആഹ്വാനം കൂടിയാണ് ഈ യാത്ര. അതുകൊണ്ട് ഓരോ പദയാത്രയും നമ്മെ വിളിക്കുന്ന, നമ്മളെ ക്ഷണിക്കുന്നത് അദ്ദേഹം നടന്നതുപോലെ നടക്കാനാണ്. അതാണ് അഭിനന്ദനായ ഭാഗ്യസ്മരണാർഹനായ ഇവാനിയോസ് തിരുമേനി, കോട്ടയം ഭദ്രാസനത്തിൻ്റെ മുൻ അധിപൻ ഇവാനിയോസ് തിരുമേനി പറഞ്ഞിരുന്നത് അത് തന്നെയാണ്: പരിമല കബറിങ്കിലേക്ക് നടക്കുന്നതല്ല, പരിമല തിരുമേനി നടന്ന പോലെ നടക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. സന്തോഷം കേട്ടതിൽ. അടുത്തതായിട്ട് ഈ നമ്മുടെ പാതിക്കാട് പള്ളിയുടെ ഒരു ചരിത്രത്തെ കുറിച്ച് എന്താണ്? പാതിക്കാട് പള്ളി 137 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. പരിമല തിരുമേനിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ്. കാരണം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തൃക്കൈകളാൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ട ഒരു ദേവാലയമാണ് പാതിക്കാട് പള്ളി. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള പ്രമുഖ പള്ളികളൊക്കെ പരിമല തിരുമേനിയുടെ കൈകളാൽ പുതാ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെട്ട പള്ളികളാണ്. അതുകൊണ്ട് തന്നെ പരിമല തിരുമേനിയുടെ കബറിങ്കിലേക്കുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് രേഖകളുടെ അടിസ്ഥാനത്തിലല്ല എങ്കിലും 40 വർഷത്തിലേറെയായിട്ട് അവിടുന്ന് പദയാത്രാ സംഘം പരുമലയിലേക്ക് പോകുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതുമാത്രമല്ല, പരുമലപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ആണ്, പാതിക്കാട് പള്ളി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് പള്ളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പദയാത്രയെ ഒരു തീർത്ഥയാത്രയായി എങ്ങനെയാണ് കാണേണ്ടത്? പദയാത്രകളെല്ലാം തീർത്ഥയാത്രകളാണ്. തീർത്ഥയാത്രയുടെ അർത്ഥം എന്ന് പറയുന്നത് തീർത്ഥം തേടിയുള്ള യാത്രയാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ ജലമാണ്. എല്ലാ ജലത്തെയും നമ്മൾ തീർത്ഥമെന്ന് പറയാറില്ല. തീർത്ഥം എന്ന് പറയുന്നത് പുണ്യജലങ്ങളെയാണ്. ഈ പുണ്യജലം എന്ന് പറയുന്നത് ജീവന് നിദാനമാകുന്ന എല്ലാ ജലവും തീർത്ഥമാണ്. സത്യത്തിൽ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ജീവന് നിദാനമാകുന്നതാണ്. അവരുടെ ജീവിതങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ജീവന്റെ ജലമാകുന്നു എന്നുള്ള ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഈ തീർത്ഥാടനം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അടുക്കലേക്കുള്ളൊരു യാത്ര തന്നെയാണ് ഈ പുണ്യവാന്റെ യാത്ര. പുണ്യവാൻ ക്രിസ്തുവിനെ കാട്ടിത്തന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് പദയാത്രകളെല്ലാം, പ്രത്യേകിച്ച് വിശുദ്ധന്മാരുടെ സന്നിധിയിലേക്കുള്ള പദയാത്ര, അല്ലാതെ ഉള്ള പദയാത്രയല്ല. രാഷ്ട്രീയ പദയാത്രകളോ മറ്റ് പദയാത്രകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പുണ്യവാന്മാരുടെ കബറിങ്കിലേക്കുള്ള പദയാത്രകളെല്ലാം തീർത്ഥാടനമാണ്. വളരെ സന്തോഷം അച്ഛനിൽ നിന്ന് കേട്ടതിൽ. കുറ്റപ്പുഴ പള്ളിയുടെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഈ പദയാത്രയ്ക്ക് ഞങ്ങൾ നേരുന്നു. ഞങ്ങളെ സ്വീകരിച്ചതിനുള്ള നന്ദി അറിയിക്കും. ഓക്കെ. ശ്രേഷ്ഠൻ മോർ നീ ഗുരിയോസി